ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രേഷ്മ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഫേഷ്യൽ ഓയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ക്യാരറ്റ് വെച്ചുണ്ടാക്കുന്ന ഒരു ഫേഷ്യൽ ഓയിലാണ്. ക്യാരറ്റ് വെച്ചിട്ടുണ്ടാക്കുന്ന ഫേഷ്യൽ ഓയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ചുളിവുകളോ മുഖത്ത് കാര്യമായിട്ട് ചുളിവുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ബ്രിങ്കിൾസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. കുരുക്കൾ കാരണമുള്ള പാടുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ക്യാരറ്റ് ഓയിൽ നമുക്ക് പല രീതിയിൽ സ്കിന്നിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ക്യാരറ്റ് ഓയിൽ നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ വരും വീഡിയോസിൽ ഷെയർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ക്യാരറ്റ് ഓയിൽ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഓയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 4-5 ഇടത്തരം ഒരു മീഡിയം സൈസിലെ ക്യാരറ്റ് എടുക്കുക. എന്നിട്ട് തൊലിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചിരണ്ടി കളഞ്ഞിട്ട് ഇനി ഗ്രേറ്റ് ചെയ്തെടുക്കുക. ക്യാരറ്റ് ജ്യൂസ് ആഴ്ചയിൽ 2-3 തവണ കഴിക്കുന്നതും നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അതുപോലെ തന്നെ ക്യാരറ്റ് ജ്യൂസ് നമുക്ക് പല രീതിയിൽ നമ്മുടെ സ്കിന്നിലേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിലൊന്നാണ് ക്യാരറ്റ് ഓയിൽ എന്ന് പറയുന്നത്. ക്യാരറ്റ് ഓയിൽ നമുക്ക് ഫേഷ്യൽ മസാജിനും അങ്ങനെ മറ്റു പല കാര്യങ്ങൾക്കായിട്ടും സ്കിന്നിന് ഒരു നാച്ചുറൽ ഗ്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ക്യാരറ്റിൽ വിറ്റാമിൻ എ ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത് നമ്മുടെ മുഖത്ത് ചുളിവുകളോ അല്ലെങ്കിൽ ഫൈൻ ലൈൻസോ വരുന്നത് തടയാനായിട്ട് സഹായിക്കും. അപ്പം ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ഇതിനുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വിറ്റാമിൻ സിയുടെ കണ്ടന്റ് ഉള്ളത് കാരണം ഇത് സ്കിൻ ലൈറ്റനിങ്ങിന് സഹായിക്കും. UV കിരണങ്ങളുടെ എഫക്റ്റ് നമ്മുടെ സ്കിന്നിൽ വരുന്നത് ഇത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി ക്യാരറ്റ് ഓയിൽ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു 7-8 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. പിന്നെ ഇതിനൊപ്പം നമുക്ക് വേണ്ടത് സെയിം ക്വാണ്ടിറ്റി തന്നെ 7-8 ടേബിൾ സ്പൂൺ നെയ്യാണ് വേണ്ടത്. ഇനി ഒരു അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഞാനിവിടെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം എണ്ണയും ഗീയും ഇതുപോലെ ഇതിനകത്തോട്ട് ചേർക്കുക. കുറച്ച് എണ്ണയൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇനി ഇത് കുറച്ച് നേരം അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് ചെറുതായിട്ട് വിട്ട് വരുമ്പോഴത്തേക്കും 2 കാര്യങ്ങളും കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. ആദ്യത്തേത് ഒരു 5-6 കഷ്ണം ഞാനിത് ഉണക്കിയതാണ് കേട്ടോ. ഉണക്കിയ മഞ്ഞൾ, കസ്തൂരി മഞ്ഞളാണിത്. നമുക്ക് പൊടിച്ച മഞ്ഞൾ ചേർക്കാം. അങ്ങനെയാണെങ്കിൽ 1 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കാം. ഞാൻ കസ്തൂരി മഞ്ഞളാണ് ഇവിടെ ചേർക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അല്ലാത്ത മഞ്ഞൾ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഒരു പട്ടയുടെ കഷ്ണവും കൂടെ ഇതിലേക്ക് ചേർക്കുക. ഈ ചേർത്ത 2 കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിന് വളരെയധികം യൂസ്ഫുൾ ആണ്. കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ ഒരുവിധമുള്ള അലർജീസ് അല്ലെങ്കിൽ സ്കിന്നിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് കസ്തൂരി മഞ്ഞൾ വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ പട്ടയും നമ്മുടെ സ്കിന്നിൽ ഇപ്പം കുരുക്കൾ വരുന്നതിനുള്ള ചാൻസസ് കുറയ്ക്കും. ഇതും ആൻറ്റിസെപ്റ്റിക് ആയി നമ്മളെ സ്കിന്ന് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. പിന്നെ നമ്മൾ ഈ യൂസ് ചെയ്ത 2 ഓയിൽസ് ആയാലും, ഒന്ന് നെയ്യാണ് ഉപയോഗിച്ചത്, മറ്റേത് വെളിച്ചെണ്ണയും. രണ്ടും നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. വെളിച്ചെണ്ണയിൽ കുറച്ച് സ്കിൻ വൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. സ്കിൻ ഒരുപാട് വരണ്ട് പോകുന്നത്, ഇങ്ങനെ പൊരിച്ചിൽ പോലെയൊക്കെ വരുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതുപോലെ ഗീ ആണെങ്കിലും നമ്മുടെ സ്കിന്നിനെ നല്ല മോയ്സ്ചറൈസ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഗീയും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് വേണ്ടതുള്ളൂ. ഇനി ഇത് കുറച്ച് സമയം എടുത്ത് പെതുക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം ഒരു 10-15-20 മിനിറ്റോളം എടുക്കും. അതിൻ്റെ വെള്ളമയെല്ലാം വറ്റിയിട്ട് ക്യാരറ്റ് കുറച്ച് ബ്രൗണിഷ് കളറിലേക്ക് മാറും. അതുവരേക്കും നമ്മളിങ്ങനെ പെതുക്കെ ഇളക്കി കൊടുക്കുക. കഴിയുന്നത് സിമ്മിലിട്ട്, ഫ്ലെയിം നല്ല രീതിയിൽ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കരിഞ്ഞു പിടിക്കാതെ കറക്റ്റിന് ആ എണ്ണയുടെ പാകമാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ എണ്ണ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതുപോലെ ഞാൻ നേരത്തെ ചെയ്തൊരു ഹെയർ ഓയിൽ റെസിപ്പിയിലും ഞാൻ പറഞ്ഞിരുന്നു എണ്ണ തയ്യാറായോ എന്ന് നോക്കാൻ വേണ്ടി 2 മാർഗ്ഗങ്ങൾ പറഞ്ഞിരുന്നു. അതിലൊരു മാർഗ്ഗം തന്നെയാണ് ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്ത് നോക്കുന്നത്. ഒരു പാത്രത്തിനകത്ത് ഇതുപോലെ ഒരു തുള്ളിച്ച് ഇങ്ങനെ എണ്ണ ഇട്ട് നോക്കുകയാണ്. കറക്റ്റ് ആ വട്ടം പോലെ കിടക്കുകയാണ്. ഒന്നും പടർന്നൊന്നും എണ്ണ പോകുന്നില്ല, ഒട്ടും തന്നെ ഡിസ്റ്റോർട്ട് ആവാതെ കറക്റ്റ് ആ സർക്കിൾ പോലെ തന്നെ കിടക്കുകയാണെങ്കിൽ ആ എണ്ണ കറക്റ്റ് പാകമായിട്ടുണ്ടെന്നാണ്.
ഇത് ഓഫ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഇത് അടച്ചു വെക്കില്ല കേട്ടോ, അടയ്ക്കാതെ ഇത് തണുക്കുന്ന വരെ തുറന്ന് വെച്ചേക്കാണ്. ഒരിക്കലും അടച്ചൊന്നും വെക്കരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ പാത്രത്തിലെ ഈർപ്പം എണ്ണയ്ക്കകത്തോട്ട് തന്നെ വീഴും. അങ്ങനെ അത് എണ്ണയിൽ വീണിട്ടുണ്ടെങ്കിൽ എണ്ണ ചീത്തയായി പോവും, വേഗം തന്നെ ചീത്തയാവും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി എണ്ണ പൂർണ്ണമായിട്ടും അതിൻ്റെ ചൂടെല്ലാം പോകുന്നവരെ തുറന്ന് തന്നെ വെച്ചിരിക്കുക. എന്നിട്ട് ഇപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒരു രാത്രി മൊത്തം ഇങ്ങനെ തന്നെ വെച്ചേക്കാണ്, അതിൻ്റെ സത്ത് മൊത്തം ആ എണ്ണയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് വെച്ചിട്ട് ഇപ്പോഴാണ് എടുക്കുന്നത്. മൊത്തം എണ്ണയും അതിനകത്തെ ഗുണങ്ങളെല്ലാം ആ എണ്ണയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അരിച്ച് എണ്ണയിൽ നിന്ന് ആ ക്യാരറ്റിൻ്റെയും മറ്റും കൊന്തെല്ലാം നമുക്ക് മാറ്റാം. അപ്പോൾ ഇതാ എണ്ണ ഞാനിതൊരു ഗ്ലാസ് ബോട്ടിലിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഓയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു അരമണിക്കൂർ നമുക്ക് കാര്യങ്ങളിൽ നിന്ന് അരിഞ്ഞ് ഗ്രേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് സമയം എടുക്കും. പിന്നെ ഇതുപോലെ എണ്ണ തയ്യാറാക്കാൻ വേണ്ടി ഒരു 20 മിനിറ്റ്സ് നമ്മൾ നല്ല രീതിയിൽ സമയം എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള കെമിക്കൽസും ചേർക്കാത്ത നാച്ചുറൽ ആയിട്ടുള്ള ക്യാരറ്റ് ഓയിൽ നമുക്ക് പ്യുവറായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഇതെങ്ങനെ നമുക്ക് സ്കിൻ കെയറിന് യൂസ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഓരോ വീഡിയോസിലായിട്ട് കാണിക്കാം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് മറക്കാതെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൺ ചെയ്തിടുക, പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ കിട്ടുന്നതിനായിട്ട്. അപ്പോൾ ഈ വീഡിയോ അല്പമെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് a lot for watching. Take care. Bye.